സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരണം സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് സാദിഖ്, യോഗ ഇൻസ്ട്രക്ടർ. എൻ്റെ നാട് അന്ത്രോത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആയുഷ് TD ഹോസ്പിറ്റൽ കവരത്തിയിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പവനമുക്താസന ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഇന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് പവനമുക്താസനം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. പവനമുക്താസനം വയറിലെ ഗ്യാസ് പുറത്താക്കാനും ദഹനപ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ലളിതമായ ഒരു യോഗാസനമാണ് പവനമുക്താസനം. നമ്മളെ വയറ്റിലുള്ള ഗ്യാസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു യോഗയിലെ ഒരു ചെറിയൊരു അഭ്യാസമാണ് പവനമുക്താസനം. ഇത് ചെയ്യേണ്ട രീതി, നിർബന്ധമായിട്ടും പാലിക്കേണ്ട രീതി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ ശവാസനത്തിൽ മലർന്ന് കിടക്കുക. ശവാസനം എന്ന് പറയുന്നത് മലർന്ന് കിടക്കലാണ്. കൈയും കാലും കുറച്ച് അകത്തി വെച്ചുകൊണ്ട് കിടക്കുക. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് രണ്ട് കാലുകളും മടക്കി, മുട്ടുകൾ മടക്കി നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് പതുക്കെ വെക്കുക. എന്നിട്ട് രണ്ട് കൈകളും ഉപയോഗിച്ച് ഇൻ്റർലോക്ക് ചെയ്യുക, അതായത് മുട്ട് പിടിക്കുക. പിന്നെ പതുക്കെ തല ഉയർത്തി മൂക്ക് മുട്ടിനോട് അടുപ്പിക്കുക, മുട്ടിനോട് ചേർത്ത് വെക്കുക. സൗകര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളെ നെറ്റിത്തടം മുട്ടിൻ്റെ ടച്ച് ചെയ്യുന്ന രീതിക്ക്, മുട്ട് തൊടുന്ന രീതിക്ക് വെക്കുക. പതുക്കെ കുറച്ച് സെക്കൻഡ് അവിടെ ശ്വാസം സാധാരണ നിലയിൽ തുടരുക. നമ്മൾ സാധാരണ ശ്വാസം ശ്വസിക്കുന്നില്ല, ആ രീതിക്ക് ഒരു 10-30 സെക്കൻഡെങ്കിലും അവിടെ നിൽക്കുക. പതുക്കെ പഴയ നിലയിലേക്ക് മടങ്ങി വരിക. പഴയ നിലയിലേക്ക് മടങ്ങി വരുന്നതിന് തല കുറച്ച് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി മാറ്റിൽ വെക്കുക. അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് കൈകളും കാലുകളും റിലീസ് ചെയ്ത് അഥവാ താഴ്ത്തി പഴയ ശവാസനം എന്ന് പറയുന്ന ആ നിലയിലോട്ട് വന്ന് കിടക്കുക. ഇതൊരു 3-4 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ഇതിന് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ, ഈ ആസനാസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾക്ക് ദഹനപ്രവർത്തനം ഉണ്ടാവുമല്ലോ, അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ആസനാസ് വളരെ സഹായിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടും വയറിലെ ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ് പവനമുക്താസനം. പിന്നെ എല്ലാവർക്കും പ്രശ്നമാണല്ലോ ഈ നമ്മളെ മലബന്ധം. അതാണല്ലോ നമുക്ക് രോഗങ്ങളൊക്കെ കൂടുതലാക്കി നൽകാറ്. ആ മലബന്ധം നമ്മളിൽ കുറയ്ക്കാൻ ഈ ആസനം കൊണ്ട് സഹായിക്കുന്നു. നമുക്ക് വേണ്ട സാധനത്തെ നമ്മളെ ശരീരത്തിലോട്ട് എടുക്കാനും വേണ്ടാത്ത സാധനത്തെ നമ്മൾ പുറന്തള്ളാനും വേണ്ടി ഈ ആസനം നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ആസനം കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ കഴിയുന്നതും ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി അടുത്ത ഒരു ദിവസം നമുക്ക് അർദ്ധചക്രാസന എന്ന് പറയുന്ന ആസനം നമുക്ക് പരിചയപ്പെടാം. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരിപ്പിച്ചത് സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.